എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടു ഒന്ന് സഹായിക്കണം. എല്ലാവരും സഹായിക്കും. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കട്ടോ. ഈ ഉപ്പ പറഞ്ഞത് എന്റെ ഭാര്യയാണെങ്കിലും മരണപ്പെട്ടു, എന്റെ മകനും ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഈ ഉമ്മ വളരെ വേദനയോടുകൂടി നമ്മളോട് സഹായിക്കും. ഇല്ല, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ പുണ്യ നാളില് നിങ്ങള് നിങ്ങളെ മോന്റെ വേദന പറയുമ്പോ കാണുന്ന ആളുകൾ സഹായിക്കും കേട്ടാ. നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങളൊരു കിഡ്നി കൊടുത്ത് നിങ്ങളെ മോനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ ആരും ഈ സങ്കടം കാണാതെ പോലെ പ്രിയപ്പെട്ടവരെ, പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. ഈ ഉമ്മ ഈ പുണ്യനാളിൽ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഒരു തവണ ഞാൻ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിഡ്നി നൽകി, പക്ഷെ നിർഭാഗ്യവശാല് ആ കിഡ്നി ഫെയിലായി. വീണ്ടും എന്റെ മോന് ഡയാലിസിസിലേക്ക് പോയി. ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വന്ന് എന്റെ മോന്റെ സങ്കടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു നേരം പോലും ദാഹം മാറി വെള്ളം കുടിക്കാൻ സാധിക്കാതെ എന്റെ മോൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്റെ മോന്റെ വേദന കണ്ട്, എന്റെ മോന്റെ സങ്കടം കണ്ട്, എന്റെ മോന്റെ ആ ഒരു രോഗത്തിന്റെ കാഠിന്യം കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നതെന്ന് പറഞ്ഞ് ഈ ഉമ്മ കരഞ്ഞുകൊണ്ട് നമ്മളോട് ആ സങ്കടം പറയുമ്പോൾ ആ സങ്കട വാക്കുകൾ, ആ വേദന നമ്മൾ ആരും തട്ടിമാറ്റി പോകല്ലേ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പുണ്യനാളിൽ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ച് ചെറുതും വലുതുമായ സഹായങ്ങൾ നിങ്ങൾ ചെയ്താൽ വളരെ വേദനയോട് കൂടിയിട്ടുള്ള വളരെ അത്യാസന്ന നിലയിലുള്ള 2 ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ആ 2 ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ, ആ 2 ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അകമഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളുടെ സഹായവും സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ പുണ്യ റമളാൻ നാളിൽ നിങ്ങളൊന്ന് സഹായിച്ചാൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നത് 2 ജീവനുകളാണ് പ്രിയപ്പെട്ടവരെ. പ്രവാസിയായ മുഹമ്മദ് റിയാസും ഷൈജലും വൃക്കകളും തകരാറിലായി വളരെ ഗുരുതരാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ജീവന് പോലും അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. റിയാസിന്റെ വീട്ടില് 3 കിഡ്നി രോഗികളായിരുന്നു. ഉമ്മ കിഡ്നി രോഗം കാരണം മരണപ്പെട്ടു. റിയാസിന്റെ പ്രിയപ്പെട്ട പിതാവിനും കിഡ്നി രോഗം പിടിപെട്ട് ഡയാലിസിസിന് പോലും യാതൊരു മാർഗവുമില്ലാതെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. വളരെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് ഇനി മുന്നോട്ട് ഡയാലിസിസ് പോലും ചെയ്ത് മുന്നോട്ട് അധികം പോകാൻ സാധിക്കാത്ത അത്രയും ശാരീരിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് ഈ ഒരു സഹായ അഭ്യർത്ഥന നടന്നത്. ഈ പിതാവ് ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞത് ഡയാലിസിസിന് പോലും യാതൊരു മാർഗവും ഇല്ല, വല്ലാത്തൊരു പ്രയാസത്തില ഞാനും എന്റെ മകനും. വേദന ഈ പുണ്യ റമളാൻ നാളിൽ നമ്മൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ. വളരെ ഗുരുതരാവസ്ഥയാണ്. ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ്, സകാത്തിന് അർഹതപ്പെട്ട കുടുംബമാണ് പ്രിയപ്പെട്ടവരെ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട 2 സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണേ. സ്റ്റേജിലാണ് ഫിസ്റ്റുല ഘടിപ്പിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നുണ്ടെങ്കിലും അവസാന സ്റ്റേജിലാണ്. ഇനി ഡയാലിസിസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വളരെ എമർജൻസിയായി കിഡ്നി മാറ്റി വെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ പിന്നെ ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി വലിയ രീതിയിലുള്ള പരിശ്രമത്തോടു കൂടി നാടും നാട്ടുകാരും ചേർന്ന് പരമാവധി സഹായം സമാഹരിച്ചു. ഈ ഒരു 70 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വന്ന് കൈകൂപ്പിക്കൊണ്ട് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് ഈ 2 ജീവനുകളും രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ഈ പുണ്യ റമളാൻ നാളിൽ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. 2 ജീവനുകളും അപകടത്തിലാണ്. കരയണ്ട, മോനൊന്നും സംഭവിക്കൂല കേട്ടാ. കരയില്ല. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര മാണിക്കപ്പറമ്പ് പ്രദേശത്ത് താമസിക്കുന്ന ഷൈജലും റിയാസും അവരുടെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ആ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഷൈജല് റിയാസ്
ഈ 2 സഹോദരന്മാരുടെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും പരമാവധി ഞങ്ങൾ കാശ് സ്വരൂപിക്കുകയും ചെയ്തു. പക്ഷേ തികയാത്ത സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ചിലാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ 2 ചെറുപ്പക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. 90% കൂലിപ്പണിക്കാരായ ഈ പ്രദേശത്തെ ആളുകൾക്ക് കഴിയാവുന്നതിലും അപ്പുറമാണ് അതിന്റെ ചികിത്സന്റെ ചെലവ് എന്ന് മനസ്സിലാക്കിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. 2 രോഗികളുടെ ചികിത്സയ്ക്ക് 70 ലക്ഷം രൂപ അത്യാവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് സമാഹരിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന്